കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. അരുൺ വൈഗ തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഇതിൽ മെയിൻ അഭിനേതാക്കൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് കെ ജയനുണ്ട്, ഇന്ദ്രൻസും ഉണ്ട്, പിന്നെ രഞ്ജിത്ത് സജീവ് ഉണ്ട്, പിന്നെ ജോണി ആന്റണി ഉണ്ട്, പിന്നെ മീര വാസുദേവ്, സംഗീത. ഇവരാണ് മെയിൻ ആക്ടേഴ്സ്. ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയും, ഒന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് ഈ സിനിമ കാണണം. അതുകൂടാതെ വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന യുവജനങ്ങൾ ഇവരും മസ്റ്റായിട്ട് ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയും. ഫാമിലി ഫീൽ ഗുഡ് ആ രീതിയിൽ വന്ന ഈ സിനിമ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ചിലര് ഇടയിൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് ചേക്കേറുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും സമ്മർദ്ദം കൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിന്റെ ഭാവിയിലെ സ്ഥിതി? അപ്പൊ ഇതിലത്തെ ഒരു യുവാവ് അവന്റെ വീട്ടില് അവന് പ്രഷറുണ്ട് വിദേശത്തേക്ക് പോകണമെന്നുള്ളത്. പക്ഷെ അവന് താല്പര്യം നാട്ടിൽ തന്നെ നിൽക്കാനാണ്. നാട്ടിൽ നിൽക്കാനായിട്ട് അവൻ ചെയ്യുന്ന ചില സാമ്പത്തിക പ്രക്രിയകൾ, അതിന് അവന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതിനെ അവൻ തരണം ചെയ്യുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു കോർ എലമെന്റ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ തുടക്കം തന്നെ അതിഗംഭീരമാണ്. കാരണം ഒരു പ്രണയ സീനിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. മഴയത്ത് നൽകുന്ന, അതായത് ജോണി ആന്റണിയുടെ ചെറുപ്പക്കാലം, ഒരു യുവത്വമുള്ള കാലം, അവിടെ നിന്ന് പ്രണയിക്കും. അപ്പൊ ആ പ്രണയത്തിൽ പ്രത്യേകതയുണ്ട്. അതായത് പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല, അവളുടെ കൂട്ടുകാരിയാണ് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുന്നത്. ചില കാരണങ്ങളുണ്ട് അതിൽ. അതിനുശേഷം പിന്നെ ഒരു ആദ്യ രാത്രി കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണിച്ചു. അവിടെ നിന്ന് സിനിമ നല്ല രീതിയിൽ നല്ല ഹൈ പിച്ചിൽ പോയിട്ട് പിന്നെ ഇന്റർവെൽ വരെ നമുക്ക് നല്ല രീതിയിലാണ് സിനിമ നമുക്ക് തരും. അവിടെ നിന്ന് ആണ് ചില കേരളീയമായ ചില ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ സിനിമ തുറന്ന് കാട്ടുന്നത്. അതുകൂടാതെ ഇതിൽ അടിപൊളി ഡാൻസുകളുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ ജോണി ആന്റണിയും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള അതിമനോഹരമായ ഇമോഷണൽ സീനുകളുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിൽക്കുന്ന സീനുകളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഇത് എൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ്. നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.